ലോഗോസ് ട്രിവിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 1. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ യേശു പറഞ്ഞ ഉപമയേത്? ഉത്തരം: ന്യായാധിപൻ്റെയും വിധവയുടെയും ഉപമ. 2. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ആരാണ് ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നത്? ഉത്തരം: ഒരു ന്യായാധിപൻ. 3. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ന്യായാധിപനോട് വിധവ അപേക്ഷിച്ചത് എന്തായിരുന്നു? ഉത്തരം: എതിരാളിക്കെതിരെ തനിക്ക് നീതി നടത്തിത്തരണമേ. 3. ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല, ഇങ്ങനെ ചിന്തിച്ചതാര്? ഉത്തരം: ഒരു ന്യായാധിപൻ. 5. വിധവയ്ക്ക് ന്യായാധിപൻ നീതി നടത്തിക്കൊടുത്തില്ലെങ്കിൽ അവൾ എന്തു ചെയ്യും എന്നാണ് ന്യായാധിപൻ പറയുന്നത്? ഉത്തരം: കൂടെ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും. 6. ന്യായാധിപൻ്റെയും വിധവയുടെയും ഉപമയിൽ ആര് പറഞ്ഞത് എന്തെന്ന് ശ്രദ്ധിക്കാനാണ് യേശു നമ്മോട് ആവശ്യപ്പെടുന്നത്? ഉത്തരം: നീതിരഹിതനായ ന്യായാധിപൻ. 7. ദൈവം ആർക്ക് നീതി നടത്തിക്കൊടുക്കുകയില്ലേ എന്നാണ് ന്യായാധിപൻ്റെയും വിധവയുടെയും ഉപമയിൽ പറയുന്നത്? ഉത്തരം: രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക്. 8. ആര് വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്നാണ് യേശു ചോദിക്കുന്നത്? ഉത്തരം: മനുഷ്യപുത്രൻ. 9. തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളെ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്തവരോട് യേശു പറഞ്ഞ ഉപമ? ഉത്തരം: ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമ. 10. ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ 2 പേർ പ്രാർത്ഥിക്കാൻ പോയത് എവിടേക്കാണ്? ഉത്തരം: ദേവാലയത്തിലേക്ക്. 11. ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോയ 2 പേരിൽ ആരാണ് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചത്? ഉത്തരം: ഫരിസേയൻ. 12. ഫരിസേയൻ ആഴ്ചയിൽ എത്ര പ്രാവശ്യം ഉപവസിക്കുന്നു? ഉത്തരം: 2 പ്രാവശ്യം. 13. ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചത് എന്ത്? ഉത്തരം: ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ. 14. ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ ആര് ആരേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: ചുങ്കക്കാരൻ. 15. തന്നെത്തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. അധ്യായവും വാക്യവും ഏത്? ഉത്തരം: ലൂക്ക 18:14. 16. ശിശുക്കളെ എന്തിനാണ് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത്? ഉത്തരം: കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന്. 17. ശിശുക്കളെ കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ അവരെ ശകാരിച്ചതാര്? ഉത്തരം: ശിഷ്യന്മാർ. 18. ദൈവരാജ്യം ആരെപ്പോലെയുള്ളവരുടേതാണ്? ഉത്തരം: ശിശുക്കളെപ്പോലെ. 19. നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? ആര് ആരോട് ചോദിച്ചു? ഉത്തരം: ഒരു അധികാരി യേശുവിനോട്. 20. നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ച അധികാരിയോട് യേശു ചോദിച്ചത് എന്ത്? ഉത്തരം: എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത്? 21. നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ച അധികാരിയോട്
എത്ര പ്രമാണങ്ങളെക്കുറിച്ചാണ് യേശു സൂചിപ്പിക്കുന്നത്? ഉത്തരം 5. 22. നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ച അധികാരിയോട് യേശു പറയുന്ന പ്രമാണങ്ങളിൽ മൂന്നാമത്തേത് ഏത്? ഉത്തരം മോഷ്ടിക്കരുത്. 23. നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ച അധികാരിയോട് യേശു പറയുന്ന 5 പ്രമാണങ്ങളിൽ അവസാനത്തേത്? ഉത്തരം പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. 24. ചെറുപ്പം മുതലേ ഇവയെല്ലാം ഞാൻ പാലിച്ചിട്ടുണ്ട്. ആരുടെ വാക്കുകൾ? ഉത്തരം ഒരു അധികാരിയുടെ. 25. സമ്പത്തുള്ളവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്ര ദുഷ്കരം എന്ന് പറഞ്ഞതാര്? ഉത്തരം യേശു. 26. ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം എന്ത്? ഉത്തരം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നത്. 27. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അധ്യായവും വാക്യവും ഏത്? ഉത്തരം ലൂക്ക 18:27. 28. പൂരിപ്പിക്കുക. ഇതാ ഞങ്ങൾ സ്വന്തമായവയെല്ലാം ഉപേക്ഷിച്ച് നിന്നെ ഡാഷ്. ഉത്തരം അനുഗമിച്ചിരിക്കുന്നു. 29. ഇതാ ഞങ്ങൾ സ്വന്തമായവയെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. ആരുടെ വാക്കുകൾ? ഉത്തരം പത്രോസിൻ്റെ. 30. ദൈവരാജ്യത്തിനു വേണ്ടി വീടിനെയോ ഭാര്യയെയോ സഹോദരനെയോ മാതാപിതാക്കളെയോ സന്താനങ്ങളെയോ ഉപേക്ഷിക്കുന്നവർക്ക് വരാനിരിക്കുന്ന കാലത്ത് ലഭിക്കുന്നത് എന്ത്? ഉത്തരം നിത്യജീവൻ. 31. ഇതാ നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു. യേശു ഇത് പറഞ്ഞത് ആരെ വിളിച്ചാണ്? ഉത്തരം 12 പേരെയും. 32. മനുഷ്യപുത്രനെ പറ്റി ആരുവഴി എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകും എന്നാണ് പീഡാനുഭവവും ഉദ്ധാനവും 3-ാം പ്രവചനത്തിൽ യേശു 12 പേരോടും പറഞ്ഞത്? ഉത്തരം പ്രവാചകന്മാർ വഴി. 33. വിജാതിയർക്ക് ഏൽപ്പിക്കപ്പെടുന്ന മനുഷ്യപുത്രനോട് അവർ എന്തെല്ലാം ചെയ്യും എന്നാണ് യേശു പ്രവചിക്കുന്നത്? ഉത്തരം പരിഹസിക്കും, അപമാനിക്കും, അവൻ്റെ മേൽ തുപ്പും, പ്രഹരിക്കും, വധിക്കും. 34. ലൂക്ക 18-ാം അധ്യായത്തിൽ പീഡാനുഭവവും ഉദ്ധാനവും എത്രാം പ്രവചനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം 3-ാം പ്രവചനം. 35. പീഡാനുഭവവും ഉദ്ധാനവും 3-ാം പ്രവചനത്തിനു ശേഷം യേശു ഏത് സ്ഥലത്തെ സമീപിച്ചു എന്നാണ് ലൂക്ക പറയുന്നത്? ഉത്തരം ജെറീക്കോ. 36. യേശു ജെറീക്കോയെ സമീപിച്ചപ്പോൾ ആരാണ് വഴിയരികിൽ ഇരുന്ന് ഭിക്ഷയാചിച്ചിരുന്നത്? ഉത്തരം ഒരു കുരുടൻ. 37. വഴിയരികിലിരുന്ന് ഭിക്ഷയാചിക്കുകയായിരുന്ന കുരുടൻ ആര് കടന്നു പോകുന്ന ശബ്ദം കേട്ടാണ് എന്താണ് സംഭവിക്കുന്നത് എന്ന് അന്വേഷിച്ചത്? ഉത്തരം ജനക്കൂട്ടം. 38. കുരുടനോട് ആര് കടന്നു പോകുന്നു എന്നാണ് ജനക്കൂട്ടം അറിയിച്ചത്? ഉത്തരം നസ്രായനായ യേശു. 39. ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ എന്ന് വിളിച്ചു പറഞ്ഞത് ആര്? ഉത്തരം കുരുടൻ. 40. ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ എന്ന് കുരുടൻ വിളിച്ചു പറഞ്ഞപ്പോൾ നിശബ്ദരായിരിക്കാൻ പറഞ്ഞ് അവനെ ശകാരിച്ചത് ആര്? ഉത്തരം മുൻപേ പോയിക്കൊണ്ടിരുന്നവർ. 41. നിശബ്ദനായിരിക്കാൻ പറഞ്ഞ് കുരുടനെ ശകാരിച്ചപ്പോൾ അവൻ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ടിരുന്നത് എന്തായിരുന്നു? ഉത്തരം ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. 42. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന് യേശു ചോദിച്ചത് ആരോട്?
ഉത്തരം കുരുടനോട്. 43. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യത്തിന് കുരുടൻ പറഞ്ഞ മറുപടി എന്തായിരുന്നു? ഉത്തരം കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. 44. യേശു എന്ത് പറഞ്ഞപ്പോഴാണ് കുരുടന് കാഴ്ച ലഭിച്ചത്? ഉത്തരം നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. 45. ലൂക്ക 18:43 പ്രകാരം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോയത് ആര്? ഉത്തരം കാഴ്ച ലഭിച്ച കുരുടൻ. 46. കുരുടൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോയപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു? ഉത്തരം ദൈവത്തെ സ്തുതിച്ചു. 47. ലൂക്ക അദ്ധ്യായം 18 യേശു എത്ര ഉപമകൾ പറയുന്നുണ്ട്? ഏതെല്ലാം? ഉത്തരം 2 ഉപമകൾ. 1 ന്യായാധിപനും വിധവയും, 2 ഫരിസേയനും ചുങ്കക്കാരനും. 48. ലൂക്ക അദ്ധ്യായം 18 യേശു എത്ര അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്? ഉത്തരം 1. അന്ധന് കാഴ്ച നൽകുന്നു.